അനുഗ്രഹം എപ്പോഴും അറിവായി മാറുമ്പോൾ ശ്രേഷ്ഠത നമുക്ക് കീർത്തി നൽകുന്നതാണ്, നമ്മുടെ കീർത്തിയായി തീരുന്നതാണ്. അതിനാൽ തന്നെ ശ്രേഷ്ഠത ആഗ്രഹിക്കുന്ന വ്യക്തികൾ സ്വന്തം കർത്തവ്യത്തിലൂടെയും കർമ്മത്തിലൂടെയും ഉത്തമനാവാൻ ശ്രമിക്കണം. നമ്മുടെ ആത്മവിശ്വാസവും പ്രയത്നവുമാണ് നമ്മെ ശ്രേഷ്ഠനാക്കി തീർക്കുന്നത്. ആ ശ്രേഷ്ഠത നമുക്ക് അലങ്കാരമായി മാറുകയും നമുക്ക് കീർത്തിയായി മാറുകയും ചെയ്യുന്നതാണ്. അതിനുവേണ്ടി നാം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അനുദിനം കഷ്ടപ്പെടുകയും പ്രയത്നത്തിലൂടെ പരിശ്രമത്തിലൂടെയും ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തികളുടെ മനസ്സിൽ എപ്പോഴും നന്മ എന്ന പ്രകാശം ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ആ അഗ്നിയിൽ നിന്നുടലെടുക്കുന്ന താപത്തിന് മാത്രമേ നമ്മുടെ വ്യക്തിത്വത്തെയും സ്വഭാവത്തെയും സ്ഫുടം ചെയ്തെടുക്കുവാൻ സാധ്യമാവുകയുള്ളൂ. അങ്ങനെ ലഭിക്കുന്ന അറിവ് ഒരിക്കലും നശിച്ചു പോവുകയില്ല. ആ അറിവിൻ്റെ വെളിച്ചം നമുക്കെന്നും അനുഗ്രഹവും പ്രകാശവുമായി തീരുന്നതാണ്. ആ അനുഗ്രഹത്തെ നമുക്ക് ആവശ്യമാണെങ്കിൽ നാം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. സംഘർഷങ്ങളോട് മത്സരിക്കുകയും സന്തോഷങ്ങളിൽ നിന്ന് ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് എന്നും അവൻ്റെ വിവേകത്തെയും മനസ്സിൻ്റെ ബോധത്തെയും ഉണർത്തുവാൻ സാധ്യമാകുന്നതാണ്. അതിനാൽ തന്നെ അവൻ്റെ കീർത്തി എന്നും ശ്രേഷ്ഠതയ്ക്കുള്ള കാരണമായി തീരുകയും ചെയ്യും. ഓരോ വ്യക്തിക്കും അവനവൻ്റേതായ കഴിവുകളുണ്ട്. ആ കഴിവുകളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അതിനെ വേണ്ടുന്ന ഓരോ കാര്യങ്ങളും നൽകിക്കൊണ്ട് നാം കഷ്ടതകളെയും യാതനകളെയും പ്രയാസങ്ങളെയും സംഘർഷങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ടും വിജയത്തിലേക്ക് കുതിച്ചുയരുമ്പോൾ മാത്രമാണ് നമുക്ക് അറിവെന്ന പ്രകാശത്തിൻ്റെ അഗ്നിജ്വാലയിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ തേജസ്സാക്കി മാറ്റുവാനും അതിൻ്റെ പ്രകാശത്തിൽ നിന്ന് അറിവിനെ മറ്റു വ്യക്തികൾക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുകയുള്ളു. നമ്മുടെ ബോധമാണ് നമ്മുടെ അറിവ്. ആ ബോധത്തെ ഉണർത്തുവാൻ ശ്രമിക്കുക. ആ അറിവിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രകാശം ഒരിക്കലും അസ്തമിക്കുകയില്ല. അത് അനന്തമായ സൂര്യൻ്റെ പ്രകാശം പോലെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ആ അറിവിനെ പ്രാപ്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ സത്യസന്ധതയും നിഷ്കളങ്കതയും മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തികളായിരിക്കണം. നാം എപ്പോഴും സത്യവും നീതിയും ധർമ്മവും കാത്തു സൂക്ഷിക്കുവാനും അതിനെ നിലനിർത്തുവാനും ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മളെ ആർക്കും പരാജയനാക്കുവാൻ സാധ്യമാവുകയില്ല. നാം നമ്മുടെ അറിവിനെ വളർത്തുമ്പോൾ നമ്മുടെ അറിവ് നമ്മളുടെ ഏകാഗ്രതയും ബലവുമായി തീരണം. ആ ബലത്തിന് മാത്രമേ എപ്പോഴും നമുക്ക് കരുത്ത് പകരുവാനും ഏത് സംഘർഷ അവസ്ഥയിൽ നിന്നും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനും കഴിയുകയുള്ളൂ. ആ കരുത്ത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ അംഗീകരിക്കപ്പെടുകയും നിങ്ങളുടെ കഴിവുകളെ മറ്റു വ്യക്തികൾ പ്രശംസിക്കുകയും നിങ്ങളുടെ ശക്തി വർദ്ധിക്കുകയും ബുദ്ധി സാമർഥ്യവും നിങ്ങളുടെ അറിവും ബോധവും മറ്റു വ്യക്തികൾക്ക് എപ്പോഴും വെളിച്ചമായി തീരുകയും ചെയ്യുന്നതാണ്. അതിനാൽ നിങ്ങളെപ്പോഴും സത്യത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ട് സത്യത്തിൻ്റെ ആ തിരിച്ചറിവിനെ മനസ്സിൽ നിന്നുണർത്തിക്കൊണ്ട് നിങ്ങളുടെ ബോധത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഒരു ശ്രേഷ്ഠനായ വ്യക്തിയാകുവാനും നിങ്ങളുടെ വ്യക്തിത്വത്തെ മറ്റു വ്യക്തികൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന യോഗ്യതയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തി സാമർഥ്യത്തെ വളർത്തിയെടുക്കുവാനും സാധ്യമാകുന്നതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ടാറ്റാ.